എല്ലാവർക്കും നമസ്കാരം. മീഡിയ ഡിക്ഷണറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷനെ കുറിച്ചാണ്. ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ മൊബൈൽ, ലാപ്ടോപ്പ്, സോഷ്യൽ മീഡിയ ഒക്കെ നിന്ന് കുറച്ച് സമയം ബ്രേക്ക് എടുക്കുക. ഇപ്പോൾ നമ്മൾ എല്ലാവരും ഫോൺ വളരെയധികം യൂസ് ചെയ്യുന്നു അല്ലേ? മോർണിംഗ് എണീറ്റ ഉടനെ ഫസ്റ്റ് നോക്കുന്നത് ഫോണാണ്. നൈറ്റ് കിടക്കുന്നതിന്റെ മുമ്പേയും ഫോൺ നോക്കുന്നു. ഇൻസ്റ്റഗ്രാം സ്ക്രോളിംഗ്, വാട്സപ്പ് ചാറ്റിംഗ്, യൂട്യൂബ് വീഡിയോസ്, ഫുൾ ടൈം ഡിജിറ്റൽ ലൈഫ് ആയിപ്പോയി അല്ലേ? ഇതുകൊണ്ട് സ്ലോലി നമ്മുടെ മൈൻഡ് ടയേർഡ് ആവുന്നു, സ്ട്രെസ് കൂടി വരുന്നു. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ഡീടോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കുറച്ച് ടൈം ഫോൺ മാറ്റി വെച്ച് റിയൽ ലൈഫ് ആക്ടിവിറ്റീസ് ചെയ്യണം. ലൈക്ക് ഫാമിലിയുടെ ഒപ്പം സംസാരിക്കുക, പുറത്തു പോവുക, നേച്ചർ എൻജോയ് ചെയ്യുക, ഒരു ബുക്ക് വായിക്കുക. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയി ഫീൽ ചെയ്യും. ടൂ മച്ച് സ്ക്രീൻ ടൈം കൊണ്ട് എന്താ പ്രോബ്ലം വരുന്നത്? ഐസ് സ്ട്രെയിൻ ആവും, സ്ലീപ്പ് ഡിസ്റ്റർബ് ആവും, കോൺസെൻട്രേഷൻ കുറയും, സ്ട്രെസ് കൂടും. അതുകൊണ്ട് ഡിജിറ്റൽ ഡീടോക്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പക്ഷെ ഇതിന്റെ അർത്ഥം ഫുള്ളായി ഫോൺ മാറ്റി വയ്ക്കുകയല്ല, കാരണം അത് പ്രാക്ടിക്കൽ അല്ല. നമ്മൾ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. ചില സിമ്പിൾ സ്റ്റെപ്പ് എടുക്കുക. രാത്രി കിടക്കുന്നതിന്റെ മുമ്പേ ഒരു 1 hour ഫോൺ അവോയ്ഡ് ചെയ്യുക. ഫുഡ് കഴിക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്യരുത്. സോഷ്യൽ മീഡിയ യൂസേജ് ലിമിറ്റ് ആക്കുക. വീക്കിൽ ഒരു ദിവസമെങ്കിലും സ്ക്രീൻ ടൈം കുറയ്ക്കുക. ഇതൊക്കെ സ്മോൾ ചേഞ്ചസ് ആണ്, പക്ഷെ വലിയ ഡിഫറൻസ് ഉണ്ടാക്കും. സ്ക്രീൻ ടൈം കുറഞ്ഞാൽ നമ്മൾ റിയൽ ലൈഫ് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ മനുഷ്യരോട് ബെറ്റർ കണക്ട് ആവും. നമ്മൾ തന്നെ ബെറ്ററായി മനസ്സിലാക്കും. സോ ഫൈനലി, ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത് ടെക്നോളജി അവോയ്ഡ് ചെയ്യുന്നതല്ല, അത് ഹെൽത്തിയായി യൂസ് ചെയ്യുന്നതാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും അറിയിക്കുക. നന്ദി, നമസ്കാരം.